ഇത് ഒരു സിനിമാ നിരൂപണം അല്ല, സിനിമ ആസ്വാദനവുമല്ല. ഈ പറയുന്ന സിനിമാ നിരൂപണവും ആസ്വാദനമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ സംഭവങ്ങളാണ്. ഓരോരുത്തരും കയറി ഓരോന്നിനെ വിലയിരുത്തുകയാണ്. ഇതിന് വളരെ വ്യത്യസ്തമായ ലെയറുകളുണ്ട്. ക്രിട്ടിക് എന്ന് പറയുന്നത് സിനിമാ നിരൂപണം എന്ന് പറയുന്ന ഒരു ശാഖയാണ്. അതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിൽ കാണുന്ന തരത്തിലുള്ളതല്ല പലതും. ക്രിട്ടിക് എന്ന് പറയുന്നത് സിനിമാ നിരൂപണത്തിൻ്റെ വേറൊരു മേഖലയാണ്. അത് വളരെ ശാസ്ത്രീയമായ ടൂളുകൾ വെച്ച് തന്നെ സിനിമയുടെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനെ പറ്റിയും പഠിച്ച് ചെയ്യുന്നതാണ് ശരിയായ സിനിമ നിരൂപണം, അല്ലെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് പറയുന്നതും ഏതാണ് അതിനടുത്ത് വരുന്ന ഒരു കാര്യമാണ്. റിവ്യൂ ചെയ്യുമ്പോഴും സിനിമയുടെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും വിഷയങ്ങളും അറിഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ പ്രമേയവും അതിൻ്റെ മറ്റു കാര്യങ്ങളും അതിനെപ്പറ്റി നന്നായി നിഷ്പക്ഷമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യം ആണ് സിനിമ റിവ്യൂ, ഫിലിം റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും ആ കാറ്റഗറിയിലും വരാത്ത സിനിമ ആസ്വാദനം മാത്രമാണ്. അതായത് അപ്രീസിയേഷൻ, ഫിലിം അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ക്രിട്ടിക് ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്, റിവ്യൂ ഉണ്ട്, ഫിലിം അപ്രീസിയേഷൻ ഉണ്ട്. ഇത് മൂന്നാണ് സിനിമയുടെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന 3 ശാഖകളാണ് സിനിമ വിലയിരുത്തുന്നതിൽ വരുന്നത്. അപ്പോൾ ആസ്വാദനം എന്ന് പറയുന്ന അതിൻ്റെ ഒരു വ്യക്തിക്ക് അതിലൂടെ തോന്നിയ ഇഷ്ടവും അനിഷ്ടവും എന്നതിനപ്പുറം സിനിമയുടെ മറ്റു വശങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര അപഗ്രഥനമൊന്നും ഈ ഫിലിം അപ്രീസിയേഷനിൽ വരണമെന്നില്ല. ഫിലിം ആസ്വാദനമാണത്, ഫിലിം റിവ്യൂ അല്ല, വിലയിരുത്തലല്ല, അല്ലെ ക്രിറ്റിസിസം അല്ലത്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വിമർശനം മാത്രമല്ല, അതിൻ്റെ അകത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്നത് ഈ ക്രിറ്റിസിസമോ സിനിമ ആസ്വാദനമോ അല്ലെ റിവ്യൂ ഒന്നുമല്ല. ഞങ്ങളിവിടെ പറയുന്നത് ലെഫ്റ്റ് വൈസ് പറയാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയുടെ എമ്പുരാൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അതിപ്പോൾ ഇവിടെ വലിയ ചർച്ചയാണ്. സംഘപരിവാർ ടീമുകൾ കോലുമെടുത്തിറങ്ങിയിട്ടുണ്ട് എമ്പുരാനെതിരെ, വിളറി പിടിച്ചിട്ട്. എന്തിന്? വേറെ ആർക്കും ഒരു പ്രശ്നമില്ല, എന്താ സംഘികൾക്ക് മാത്രം പ്രശ്നം? അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ്. വർഗീയ മതസ്പർദ്ധ രാഷ്ട്രീയത്തെ തുറന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അതുകൊണ്ട് ചൊറിഞ്ഞതാർക്കാണ്, കൊണ്ടതാർക്കാണ്? കൊണ്ടത് സംഘപരിവാറുകാർക്ക്. കൊണ്ടവർ കുണ്ടിയും കൊണ്ട് ഓടുകയാണ്, കുണ്ടിക്ക് കൊണ്ടു. അതാണ് ആ സിനിമയുടെ വിജയം. അതുകൊണ്ട് എല്ലാവരും എമ്പുരാൻ കാണണം. അതൊരു സന്ദേശമാണ്. ഗുജറാത്തിലെ ഗോദ്ര കലാപം മുതൽ സമകാലിക ഇന്ത്യയിൽ നടന്ന വംശഹത്യകൾ, പോഗ്രം എന്ന് ഇംഗ്ലീഷിൽ പറയും, വംശഹത്യകൾ, ഒരു പ്രത്യേക സമുദായത്തെ പിടിച്ച് ഉന്മൂലനം ചെയ്യുന്ന നടപടികൾ, ഇതിനെയൊക്കെ തുറന്ന് വിമർശിക്കുന്ന ഒരു സിനിമയായിട്ട് കൂടിയാണ് നമ്മൾ എമ്പുരാനെ കാണുന്നത്. സോ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിലിം. കണ്ടംപററി പൊളിറ്റിക്സിനെ വളരെ വിശദമായിട്ട് ഡീല് ചെയ്യുന്ന, എന്നാൽ ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. ഒരു ബോളിവുഡ് സിനിമയുടെ എല്ലാ പരിവേഷങ്ങളുമായിട്ട് വന്ന സാങ്കേതിക വിദ്യയിലും മറ്റു കാര്യങ്ങളിലും ഓരോ ഫ്രെയിമിലും അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിനിമ. അതേസമയം ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഫിലിം കൂടിയാണ് എമ്പുരാൻ. കാരണം ഒരു വലിയ മുതൽ മുടക്കുള്ള സിനിമ വിജയിക്കണമെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന വാണിജ്യ മൂല്യങ്ങൾ, കലാമൂല്യത്തിനൊപ്പം വാണിജ്യ മൂല്യങ്ങളും അതിൽ വേണം. പക്ഷേ അത് പറയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളിവിടെ ലെഫ്റ്റ് വോയിസ് കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും മോഹൻലാലിനും, പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം വന്ന ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് ഫിലിംസിനുമൊക്കെ തോന്നിയത്? നമുക്ക് ആദ്യം മുരളി ഗോപി എടുക്കാം. മുരളി ഗോപി ആരാണ്? അതുല്യ നടൻ ഭരത് ഗോപിയുടെ, ദേശീയ നടനുള്ള പുരസ്കാരം നേടിയ ഭരത് ഗോപിയുടെ മകനാണ് മുരളി ഗോപി. ഭരത് ഗോപി മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കാലത്ത് BJP ചേർന്ന ആളാണ്. BJP കാരനായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം തീരുന്നത്. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം BJP ചേർന്നു. അന്ന് എൻ്റെ ഓർമ്മ, അന്നത്തെ BJP ദേശീയ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവാണ് ഭരത് ഗോപിയെ BJP ചേർത്തത്. അതൊരു വലിയ വാർത്തയായിരുന്നു.
അപ്പം ഭരത് ഗോപിയുടെ മകനായ മുരളി ഗോപി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇടതുപക്ഷ വിരുദ്ധനും ഈ സംഘപരിവാരത്തോട് ഒരു സ്നേഹമുള്ള ആളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പല ഇതിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും പരസ്യമായിട്ട് ഞാനൊരു സംഖ്യയാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എഴുതിയ സിനിമകളിലെ 6 തിരക്കഥകൾ അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുണ്ട്. ആ തിരക്കഥകൾ പരിശോധിച്ചാലും ആ സിനിമകൾ, അദ്ദേഹം എഴുതിയ 6 തിരക്കഥ എഴുതിയ 6 സിനിമകൾ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കമ്മാര സംഭവം, ഇട്ടിയാൻ അല്ല മേപ്പിടിയാൻ, ലൂസിഫർ, എമ്പുരാൻ. ഇതിൽ വലിയ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റാണ്. അപ്പോൾ അത് ഇടതുപക്ഷത്തെ CPIM-നെ പ്രത്യേകിച്ച് പിണറായി വിജയനെ വളരെ കടന്നാക്രമിക്കുന്ന, വിമർശിക്കുന്ന ഒരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസ്. അദ്ദേഹം പരസ്യമായിട്ട് ഒന്നും പറയുന്നില്ലെങ്കിലും ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നോക്കുക. ഇപ്പം കൈതേരി സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം പിണറായിയുടെ പ്രതിരൂപമായിട്ട് സിനിമയിൽ വരുന്ന കൈതേരി സഹദേവനിൽ മാത്രം ഒതുങ്ങുന്നില്ല ആ രാഷ്ട്രീയം. എമ്പുരാനിലും ഇടതുപക്ഷത്തെ വളരെ കടന്നാക്രമിക്കുന്ന ധാരാളം സീനുകളുണ്ട്. അപ്പോൾ സംഘപരിവാരത്തെ മാത്രമല്ല ആക്രമിക്കുന്നത് ഏത് എമ്പുരാൻ. പക്ഷെ സംഘപരിവാരത്തിന്റെ കുണ്ടിക്കാണ് കൊണ്ടത്. അവരോടി നടക്കുകയാണ് ഹേറ്റ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഒക്കെ. ഈ സിനിമ കാണരുത്, ഇതിനെ തോൽപ്പിക്കണം, പരാജയപ്പെടുത്തണം. അപ്പൊ MD രമേശ് BJP നേതാവ് ഒരു ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞു, എന്തിന്, അതൊരു കലാ സൃഷ്ടിയാണ്, അത് നമ്മൾ പോയി കാണണമെന്ന് MD രമേശ് പറഞ്ഞു. പക്ഷെ സംഘി അണികൾക്ക് അതൊന്നും ബോധ്യപ്പെടുന്നില്ല. അവർ ഹേറ്റ് ക്യാമ്പയിൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് നിറയെ അതാണ്. അപ്പോൾ ഒരേ സമയം മതസ്പർദ്ധ വളർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും വിമർശിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. പക്ഷേ ഈ ഇടതുപക്ഷം, CPIM-ഓ ഇടതുപക്ഷമോ ഈ സിനിമയെ എതിർക്കുന്നില്ല, പിന്തുണയ്ക്കുന്നു. എല്ലാവരും പോയി കാണണമെന്നാണ് പറയുന്നത്. ആ ഒരു മനസ്സ് ഇടതുപക്ഷത്തിനുണ്ട്, CPIM-നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സംഘികൾക്ക്, BJP-ക്ക്, RSS-ന് ഇല്ലാതെ പോയി? അതാണ് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഏതിനോടും എന്തിനോടും അസഹിഷ്ണുത. അപ്പോൾ മുരളി ഗോപി എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്ന് ചോദിക്കുന്നവരുണ്ട്. മുരളി ഗോപി സംഘിയല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛൻ ഭരത് ഗോപി BJP-യിൽ ചേർന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. പക്ഷെ ആദ്യമായിട്ട് സംഘപരിവാറിന് കൊണ്ടത് ഇപ്പോഴാണ്, എമ്പുരാനിൽ വന്നപ്പോഴാണ്. ലൂസിഫറിൽ അത്രയും കഠിനമായിട്ടില്ല. അതാണ് സംഘികൾക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം എന്ന് പറയുന്നത്. സഹിക്കാൻ വയ്യാ പിന്നെ എന്ന് പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക? കരഞ്ഞു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുന്ന പോലെ സംഘികൾ അവരുടെ വിഷമങ്ങൾ കരഞ്ഞു തീർക്കുന്നു. മുരളി ഗോപി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നോട്ട് ദ പോയിന്റ്, മുരളി ഗോപിക്കെതിരെ അല്ല കാമ്പയിൻ. അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ്. എമ്പുരാനെ എതിർക്കുന്ന സംഘി കാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിൽ പറഞ്ഞാൽ മുരളി ഗോപിക്കെതിരെയല്ല, കഥ എഴുതിയ തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കെതിരെയല്ല. ആക്രമണം മുഴുവൻ പൃഥ്വിരാജിനും മോഹൻലാലിനും എതിരെയാണ്. ഈ വിഷയം ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട്? ദ ഹേറ്റ് കാമ്പയിൻ ഈസ് നോട്ട് അഗൻസ്റ്റ് മുരളി ഗോപി ദ റൈറ്റർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ, ദ സ്റ്റോറി റൈറ്റർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. അദ്ദേഹത്തിനെതിരെ അല്ല. The hate campaign is exactly against മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ്. വൈ? എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. രണ്ടുപേർക്കും രണ്ടുപേരെ എതിർക്കാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. മുരളി ഗോപിയുടെ ആ ദേഷ്യം സംഘപരിവാരത്തിന് ഇല്ലതാണ്. ഇതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് തോന്നിയ കാരണം പറയാം. ഒന്ന്, ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളുടെ പേരിൽ, അതായത് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് മേൽ BJP-യുടെ കേന്ദ്രഭരണം അടിച്ചേൽപ്പിച്ച ചില കാര്യങ്ങൾ, വിവേചനങ്ങൾ, അതിനെതിരെ പ്രതികരിച്ച നടനായിരുന്നു പൃഥ്വിരാജ്. അതിനെതിരെ പ്രതികരിച്ച മലയാളത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തി എന്ന് പറയുന്ന, സിനിമയിലെ പ്രമുഖ വ്യക്തി പൃഥ്വിരാജായിരുന്നു. അന്നേ സംഘപരിവാർ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, പൗരത്വ ബില്ലിനെതിരെ BJP സർക്കാർ കൊണ്ടിരുന്ന പൗരത്വ ബില്ലിനെതിരെ നിലപാട് സ്വീകരിച്ച് പരസ്യമായിട്ട് ആര്? പൃഥ്വിരാജ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പൃഥ്വിരാജിനെ സംഘപരിവാർ എതിർക്കുന്നത്. അപ്പൊ ചോദിക്കും, മോഹൻലാലിനെ എതിർക്കാനുള്ള കാര്യം? മോഹൻലാൽ ഞങ്ങളുടെ ആളാണെന്നൊക്കെ ഇത്രയും നാള് പറഞ്ഞു നടന്നവരാണ് BJP സംഘപരിവാർ ഗ്രൂപ്പുകൾ.
ഇപ്പം എന്തേ മോഹൻലാൽ എതിർക്കുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അയോധ്യയിലെ രാമ പ്രാണപ്രതിഷ്ഠയ്ക്ക് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചിട്ടും മോഹൻലാൽ പോയില്ല. മോഹൻലാൽ പങ്കെടുത്തില്ല. മറ്റു പലരും പങ്കെടുത്തു. സുരേഷ് ഗോപി പങ്കെടുക്കാൻ നോക്കിയിട്ട് മോദി ക്ഷണിച്ചിട്ടുമില്ലായിരുന്നു. അതും മനസ്സിലാക്കണം. ഇപ്പൊ കേന്ദ്രമന്ത്രിയായി തൃശ്ശൂർ എം പി ആയിട്ട് ജയിച്ച കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കേന്ദ്രം ക്ഷണിച്ചില്ല, മോദി ക്ഷണിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. അവസാനം സുരേഷ് ഗോപി പറഞ്ഞു എന്നെ ക്ഷണിക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ ചമ്മിപ്പോയി സുരേഷ് ഗോപി. പക്ഷെ മോഹൻലാലിനെ ക്ഷണിച്ചിട്ട് പോലും മോഹൻലാൽ പോയില്ല. അതിൻ്റെ ചുരുക്ക് സംഘപരിവാറിനുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന സംഘപരിവാർ ലോകം ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത് എമ്പുരാനെതിരെ. എന്നാൽ മുരളി ഗോപിയെ അതിൽ പ്രതിയാക്കുന്നില്ല. കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ എമ്പുരാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കാതലായ ഒരു വിഷയമാണ്. ഇത്രയും ധൈര്യപൂർവം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നടത്തിയ അവരുടെ ഏജൻസികൾ നടത്തിയ കലാപങ്ങളെ, വംശീയ കലാപങ്ങളെയൊക്കെ തുറന്നു കാണിക്കുകയും കേരളത്തിലെ ഇടതുപക്ഷത്തിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് എമ്പുരാൻ. എന്നിട്ട് ഇടതുപക്ഷത്തിന് സഹിഷ്ണുതയുണ്ട്, നിങ്ങളീ പോയി സിനിമ എല്ലാവരും കാണൂ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? സംഘികൾക്ക് അത് ദഹിക്കത്തില്ല, സഹിഷ്ണുതയില്ല. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം, ഹിന്ദുത്വ അജണ്ട എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവമാണ് എമ്പുരാനെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എതിർക്കാനുള്ള സംഘപരിവാർ തീരുമാനം. അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയുന്നു, കാണാൻ പറ്റുന്നവരെല്ലാം എമ്പുരാൻ കാണുന്നു, പറ്റുമെങ്കിൽ ഒന്നിലധികം തവണ കാണുന്നു. ഞങ്ങളൊരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമാണ്, സംശയമില്ല, എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കറിയാം. പക്ഷെ ഞങ്ങൾ പോലും ഇടതുപക്ഷത്തെ കൂടി ആക്രമിക്കുന്ന സിനിമ കാണണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പ്രേക്ഷകർ വിലയിരുത്തുക.